എന്നാ അത് എന്റെ നെഞ്ചിട്ട് വേണ്ട. ഇട്ടിച്ച് ഞാൻ പിഴിയും കഴിവറി ഒന്ന് വണ്ടി കയറും. ജിസ് ജോയ് സംവിധാനം നിർവഹിച്ച് ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു പക്ക ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ ത്രില്ലർ ചിത്രമാണ് തലവൻ. പേര് പോലെ തന്നെ ആരാണ് തലവൻ എന്ന ഒരേ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുടെയും സർക്കിൾ ഇൻസ്പെക്ടറുടെയും ഈഗോയും അവരഭിമുഖീകരിക്കുന്ന ഒരു കേസും അതേ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും ഒക്കെയാണ് തലവൻ എന്ന ചിത്രം പറയുന്നത്. ബിജു മേനോന്റെ തന്നെ അയ്യപ്പനും കൗശിയിലും ഒക്കെ കണ്ടതുപോലെ ആണിന്റെ ഈഗോയും ഉള്ളിലുള്ള മേൽക്കോയ്മ മനോഭാവവും ഒക്കെയാണ് തലവനിൽ പറഞ്ഞു പോകുന്നത്. പക്ഷെ അതോടൊപ്പം പോലീസുകാരുടെ യഥാർത്ഥ ജീവിതത്തിലേക്കും ഒരുപാട് ഇറങ്ങിച്ചെല്ലുന്നുണ്ട് ചിത്രം. അതുകൊണ്ട് തന്നെ പടം കണ്ടിറങ്ങുമ്പോൾ പോലീസുകാരുടെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെയാണോ എന്നൊരു അനുകമ്പയൊക്കെ നമുക്ക് തോന്നിയേക്കാം. പെർഫോമൻസ് ലെവൽ നോക്കിയാൽ ആസ് യൂഷ്വൽ ബിജു മേനോൻ തകർത്തു. ഒരുപാട് പോലീസ് ഓഫീസർ കഥാപാത്രങ്ങളെ അദ്ദേഹം തന്റെ കരിയറിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവം സർക്കിൾ ഇൻസ്പെക്ടർ ജയശങ്കർ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പോലീസ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച എക്സ്പീരിയൻസ് ആസിഫ് അലിക്കും ഉണ്ടെങ്കിലും SI കാർത്തിക് വളരെ കൃത്യമായ കൺട്രോളോടെ അദ്ദേഹം ചെയ്ത ഒരു കഥാപാത്രമായി തോന്നി. ഒരു ആംഗ്രി യങ് പോലീസ് ഓഫീസറായി വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ആസിഫ് അലി നൽകുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന പേരുകളാണ് കോട്ടയം നസീർ, ജാഫർ ഇടുക്കി, മിയ ജോർജ്, അനുശ്രീ, സുജിത് ശങ്കർ എന്നിവരുടേത്. ദിലീഷ് പോത്തൻ, ശങ്കർ രാമകൃഷ്ണൻ, രഞ്ജിത്ത് എന്നിങ്ങനെ കുറേയേറെ താരങ്ങൾ വേറെയും ചിത്രത്തിൽ വരുന്നുണ്ട്. ആദ്യ പകുതിയിലെ ആദ്യ അരമണിക്കൂർ ഒരിത്തിരി പതിയെ പോകുന്നതായി തോന്നുമെങ്കിലും പിന്നീട് പടം പ്രേക്ഷകരെ മൊത്തത്തിൽ എൻഗേജ്ഡ് ആക്കി മാറ്റുന്നുണ്ട്. രണ്ടാം പകുതി ശരിക്കും ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അനുഭവം സമ്മാനിക്കുന്നു. ജിസ് ജോയുടെ സ്ഥിരം പാറ്റേണിൽ നിന്നും മാറി ചെയ്ത പടത്തിന്റെ മേക്കിംഗ് വളരെ മികച്ചു തന്നെ നിൽക്കുന്നുണ്ട്. കളറിങ്ങും ലൈറ്റിങ്ങും ഒക്കെ തന്നെ വളരെ മിതമായിട്ട് വേണ്ട രീതിയിൽ നൽകിയതായിട്ട് തന്നെയാണ് തോന്നിയത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ആകെ മൊത്തത്തിലുള്ള ഒരു ഋതത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന വലിയൊരു ഘടകം ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ സംഗീതം തന്നെയാണ്. വളരെ മികച്ച പശ്ചാത്തല സംഗീതം തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അനുരാഗ കരിക്കിൻ വെള്ളത്തിന് ശേഷം ഒരുപക്ഷെ ബിജു മേനോൻ ആസിഫ് അലി കോംബോ ഇത്രയും ഇമ്പാക്ട് നൽകുന്ന ഒരു ചിത്രം കൂടിയായി തലവൻ അനുഭവപ്പെട്ടു. ത്രില്ലറിനൊപ്പം ഒരു മികച്ച ഡ്രാമ ചിത്രം കൂടിയായി മാറുകയാണ് തലവൻ. തൊട്ടടുത്ത തിയേറ്ററുകളിൽ തന്നെ കണ്ടാസ്വദിക്കുക. കൂടുതൽ സിനിമ റിവ്യൂസിനും മറ്റ് സിനിമാ വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.